നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പരിഹാരം മറ്റൊന്നുമല്ല. ഈ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി കൂടി പൊന്നാരത്തോട്ടത്ത് മരുമകളായി വന്നു കയറിയാൽ ഗോപികയുടെ ജാതകദോഷം ഒഴിവായി കിട്ടും. മുത്തശ്ശ, ഞാൻ റെഡിയാ. നമുക്ക് ആശുപത്രി ചെന്നിട്ട് അനീഷേട്ടൻ ഇങ്ങോട്ടേക്ക് പറഞ്ഞയക്കാം. ഞാനിപ്പോ വരാം. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ. അപ്പൊ സംഗതി ഏറ്റു. എടി, അവര് വന്നടി. അവരോ? ആര്? ജാനകി വീട്ടുകാരും. ആണോ? അവരാണോ വന്നത്? എന്റെ പ്ലാൻ വർക്കൗട്ട് ആവുന്നുണ്ട് മോളെ. നീ ഒരു കാര്യം ചെയ്, പെട്ടെന്ന് റെഡിയായി ചായയുമായി ഹാളിലേക്ക് വാ. അല്ല, അവരെന്നെ പെണ്ണ് കാണാൻ തന്നെയാണോ വന്നത്? അതിലിപ്പോ എന്താ സംശയം? അല്ലാതെ എല്ലാരും കൂടി ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? നീ ഞാൻ പറയുന്ന പോലെ ചെയ്. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ഏട്ടാ. റെഡി ആയിക്കോ. വരൂ മുത്തശ്ശ. ആ, എല്ലാവരും ഉണ്ടല്ലോ. ഇരിക്കിരിക്കെ. ഞാൻ എല്ലാവർക്കും ചായ എടുത്തിട്ട് വരാം. അതൊക്കെ പിന്നീട് മതി. ആദ്യം വന്ന കാര്യം പറയട്ടെ. എന്താണ് വിശേഷിച്ച്? അത് പറയാം. ജാനകി, നീ തന്നെ കാര്യങ്ങൾ പറയും. ഒരു പ്രധാന കാര്യം സംസാരിക്കാനാ ഞങ്ങള് വന്നേ. ഗോപികയുടെ ജാതകദോഷം കാരണമാണ് ഋഷി ഓടിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടതെന്നാ ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നേ. അതങ്ങനെയല്ലെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കില്ലല്ലോ. മാഡം, അത് ഞാൻ പറയട്ടെ. ഗോപികയുടെ ജാതകദോഷത്തിന്റെ പേരിൽ ഹോസ്പിറ്റലിൽ വെച്ച് എനിക്ക് ദേവികയോട് വളരെ പരുഷമായി സംസാരിക്കേണ്ടി വന്നു. അതെന്റെ സങ്കടം കൊണ്ടും എന്റെ മോന്റെ ആയുസിനെക്കുറിച്ചുള്ള പേടി കൊണ്ടും ഉണ്ടായതാ. ദേവികയോട് അങ്ങനെ സംസാരിക്കേണ്ടി വന്നതില് എനിക്ക് പ്രയാസമുണ്ട്. ഞാൻ അങ്ങനെ ആ ആശുപത്രിയിൽ എല്ലാം കൊണ്ടും വിഷമിച്ചിരിക്കുമ്പോഴാ സുലോചന ഒരു സിദ്ധന്റെ കാര്യം പറഞ്ഞത്. ഏത് കടുത്ത ജാതകദോഷത്തിനുള്ള പരിഹാരമാർഗം ആ സിദ്ധന് പറഞ്ഞു തരാനാവുമെന്ന് സുലോചന എന്നോട് പറഞ്ഞു. സുലോചന പറഞ്ഞത് ശരിയായിരുന്നു. ഗോപികയുടെ ജാതകദോഷത്തിനുള്ള പരിഹാരം സിദ്ധൻ എനിക്ക് പറഞ്ഞു തന്നു. പരിഹാരം മറ്റൊന്നുമല്ല. ഈ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി കൂടി പൊന്നാരത്തോട്ടത്ത് മരുമകളായി വന്നു കയറിയാൽ ഗോപികയുടെ ജാതകദോഷം ഒഴിവായി കിട്ടും. അല്ല സുലോചനെ, നീ പറഞ്ഞ സിദ്ധൻ ആരാണ്? ഞങ്ങൾക്ക് പരിചയമുള്ള ആളാണോ? അത് പിന്നെ അമ്പലത്തിൽ വെച്ച് കണ്ട ഒരു സ്ത്രീയാ എന്നോട് ആ സിദ്ധനെ കുറിച്ച് പറഞ്ഞത്. എനിക്കും മുൻപരിചയമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യ അച്ചട്ട. അതുകൊണ്ടാ മാഡത്തോട് ഞാൻ. അതവിടെ നിൽക്കട്ടെ. എന്തായാലും പരിഹാരമാർഗം അറിഞ്ഞല്ലോ.
അത് തന്നെ വലിയ കാര്യം. അപ്പോ ജാനകി പറഞ്ഞു വന്നതിന്റെ സാരാംശം ഇത്രയേ ഉള്ളൂ. ഗോപികയുടെ ജാതകദോഷം മാറ്റാനായി ഈ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കൂടി മരുമകളാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കെ. ആ ആലോചനയുമായിട്ടാ ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. എന്റെ മോൻ ഇരിക്കുന്ന അഭിഷേക ചക്കൻ. അഭിഷേകനെ കൊണ്ട് അഞ്ജിതയെ വിവാഹം കഴിപ്പിക്കാന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം ഈശ്വരനിശ്ചയ. എന്റെ മോൻ കാരണം വിവാഹം മുടങ്ങി സകലരുടെയും മുന്നിൽ അപമാനിതയായ കുട്ടിയല്ലേ അഞ്ജിത. അവൾ അനുഭവിച്ച ആ നാണക്കേടിനും വിഷമത്തിനുമുള്ള പ്രതിവിധി കൂടിയാവും ഈ കല്യാണം. അമ്മേ, ആ അഞ്ജിത വന്നല്ലോ. മോള് ചായ എല്ലാവർക്കും കൊടുക്ക. ഇവിടെ ഒരു പെണ്ണ് കാണൽ ചടങ്ങിന് ഒരുങ്ങി നിന്നതുപോലെയുണ്ടല്ലോ. ഇതെങ്ങനെ സംഭവിച്ചു? ഇവരിതെല്ലാം നേരത്തെ മനസ്സിലാക്കിയോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.